അതുപോലെ തന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് കണ്ടേക്കണത്? ഒരു ആക്ഷനും ഒരു കട്ടും പറയാൻ നേരത്തെ അവിടെ സീക്വൻസ് അവിടെ തീരും. ഇവളെ പോലെ ഇങ്ങനെ വീണ്ടും കൊഞ്ചി മേത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എവിടെ നിങ്ങൾ കണ്ടേക്കണത്? എവിടെ നിങ്ങൾ കണ്ടേക്കണേ? ഈ ഇവളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇതാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഒരു പെണ്ണ് എങ്ങനെ നശിക്കാൻ പറ്റുന്ന ആ രീതിയിലൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കണേ, അതിനെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണത്? ഇത് എന്തെല്ലാം കാര്യങ്ങൾ കാണണം, കേൾക്കണം. പിന്നെ എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും ഒരു തരം ആശ്വാസമല്ലേ. രേണുസുതി സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രേണുസുതി മയം എന്നുള്ള ആ ഒരു തരത്തിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. പക്ഷെ ഇതിനെതിരെ ഇപ്പോൾ സ്ത്രീകൾ തന്നെ ഒന്നടങ്കം രംഗത്തെത്തിക്കൊണ്ട് രേണുസുതിക്കെതിരെ പൊങ്കാലയിടുന്ന തരത്തിലോട്ടായി പോയി കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ കണ്ട ഒരു വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ള പോയിന്റ്സ് ആണ്. അതായത് രേണുസുതിയുടെ കുറേയധികം വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ട് ഓൺലൈൻ മീഡിയാസ് ഇങ്ങനെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അർത്ഥമില്ലാത്ത കുറേയധികം വീഡിയോ. ഇതൊക്കെ എന്ത് മെസ്സേജാണ് ഈ വീഡിയോയിലൂടെയൊക്കെ തന്നെ ഇവർ കൊടുക്കുന്നതെന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ള കുറേയധികം വീഡിയോസ്. ഷൂട്ടിങ്ങോ കാര്യങ്ങളോ, ഈ ഷൂട്ടിങ്ങോ അല്ല, ഒരു തേങ്ങാക്കൊലയോ അല്ലാത്ത കുറേയധികം വീഡിയോസ് എടുത്തിട്ടാണ് ഓൺലൈൻ മീഡിയാസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് നെഗറ്റീവ് പബ്ലിസിറ്റിയോ എന്ത് കുന്തോ ആയിക്കോട്ടെ, എന്നിട്ട് എല്ലാത്തിനും ഒരു പരിധി ഇല്ലേ. ഇത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറേ അധികം അലമ്പ് വീഡിയോസ് തന്നെയാണ് അതിൻ്റെ അകത്ത് കിടക്കുന്ന അത്രയെന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം നമ്മൾ ഇപ്പോൾ ഒരു ഷൂട്ടിംഗ്, അത് ആക്ഷൻ കട്ട് തീർന്നു, അവിടെ കാര്യങ്ങൾ തുടരും പിടിക്കലും എല്ലാം അവിടെ കഴിഞ്ഞു. പിന്നെ അഭിനയ കാര്യങ്ങളൊന്നുമില്ല, അവരവരുടെ കാര്യം നോക്കി ഇത് അങ്ങനെയല്ല. ഇത് ഷൂട്ടിങ് കാര്യങ്ങളൊന്നും അല്ല. അത് കഴിഞ്ഞതിന് ശേഷവും എന്താണ് ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുക, ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണോ രേണുസുതി എന്ന് തോന്നിപ്പോകും. കാരണം അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഓൺലൈൻ മീഡിയാസ് എടുത്ത് ഇടുന്നതെന്ന് പറയുന്നത്. ഇതാണ് അഭിനയം എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ അഭിനയം കഴിഞ്ഞു, അവിടെ കട്ട് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് രേണുസുതി. അതിന്റെ വീഡിയോസ് ഒക്കെയാണോ ഈ ഓൺലൈൻ മീഡിയാസ് എടുത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എന്നാലും ഇരിപ്പത് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പറയുന്ന വ്യക്തി തന്നെ നല്ല വൃത്തിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവർ മാത്രമല്ല, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിന് താഴെ വരുന്ന ഓരോ കമന്റുകളിലും ഭൂരിഭാഗം പേര് സ്ത്രീകൾ തന്നെയാണ് രേണുസുതിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും രേണുസുതിക്ക് അതൊന്നും തന്നെ ഏക്കത്തില്ല എന്നുള്ളത് 100% വ്യക്തമായിട്ടുള്ള കാര്യം. കാരണം അതുപോലെയാണല്ലോ ഇപ്പൊ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. എന്നാലും കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടേ കാണിക്കുന്നതിനും പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ തന്നെ. കാരണം ഇവരിപ്പോ ഈ പറയുന്ന രീതിയിൽ അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അഭിനയിക്കുകയാണ്, പാട്ടുപാടുകയാണ്, ഡാൻസ് ചെയ്യുകയാണ്, ഓക്കെ, അതൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോസ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇത് അതിലൊന്നും ഉൾപ്പെടാത്ത കുറേയധികം വീഡിയോസ് എടുത്ത് ഓൺലൈൻ മീഡിയാസ് ഇടുന്നത് കാണുമ്പോഴത്തേക്കും ഇതെന്ത് തരം അഭിനയമാണ്, അല്ലെങ്കിൽ ഇതെന്ത് തരം ഒരു ആക്ടിങ് ആണ് എന്ന് പലർക്കും മനസ്സിലാകും. കാരണം പലർക്കും ഭ്രാന്ത് പിടിക്കുകയാണ് ഇത് കാണുമ്പോൾ. കാരണം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. അവർ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോഴത്തേക്കും കാണുന്നതെന്ന് പറയുന്നത് ഇതുപോലുള്ള സംഭവ വികാസങ്ങളാണ്. ഇവരെന്ത് ചെയ്യണം ഇത് ശരിക്കും പറഞ്ഞാൽ? കാരണം ഇപ്പൊ പലരും പറയുന്ന ഒരു കാര്യം, കമന്റ് സെക്ഷനിൽ പലരും പറയുന്ന കാര്യമാണ്, പലരെയും ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ചാനലുകൾ ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്ത് തരമാണെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരാൾക്ക് കുറച്ചൊക്കെ, കാരണം ഒരു പരിധി കവിഞ്ഞും വീണ്ടും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തോ തരത്തിലുള്ള ഒരു സൂക്കേടാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു വല്ലാത്ത തരത്തിലോട്ടാണ് ഇപ്പോൾ രേണുസുതിയുടെ കോണ്ടന്റുകൾ ഇപ്പോൾ ഓൺലൈൻ മീഡിയാസ് തന്നെ എടുത്തിട്ട് അലക്കുന്നതെന്ന് പറയുന്നത്. കാരണം അവർക്ക് ഇതൊരു കോണ്ടന്റ് ആണ്, രേണുസുതി അത് അറിഞ്ഞു കൊടുക്കുന്ന ഒരു കോണ്ടന്റ് ആണ്. കാരണം രേണുസുതി ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്ന തരം ഏർപ്പാടാണ് എന്നുള്ളത് 100% വ്യക്തമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പോകുന്നിടത്തും മരണത്തും എല്ലാം ഓൺലൈൻ മീഡിയാസ് അവർ തിന്നുന്നത്, ഇരിക്കുന്നത്, നിൽക്കുന്നത് എല്ലാം എടുത്തുകൊണ്ട് ഓൺലൈൻ മീഡിയാസ് ഓരോ ക്യാപ്ഷനും ചേർത്തുകൊണ്ട് ഇടും. അതിൽ പൊങ്കാലിടാനായിട്ട് നാട്ടുകാരെല്ലാവരും കൂടി കയറി അതിന്റെ കമന്റ് ബോക്സ് നിറയെ പൊങ്കാലിടും. അത് അവർക്കൊരു റീച്ച്, അത് മറ്റൊരു തരത്തിൽ രേണുസുതിക്ക് ഒരു റീച്ച്. ഇതൊക്കെ എന്ത് തരം പ്രഹസനമാണ് സജി എന്ന് പറയുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. കാരണം ഓവർ എന്ന് പറഞ്ഞാൽ പരമ ബോറാവുന്ന തരത്തിലോട്ട് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയേണ്ടി വരും. കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് പരമ ബോറെന്നല്ല, അങ്ങേയറ്റം അപരാധം എന്ന് പറയുന്ന തരത്തിലോട്ടായി പോയി കാര്യങ്ങളുടെ ഒരു കിടപ്പോശം എന്ന് പറയുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ പോലും എഗെയിൻസ്റ്റ് ആയിട്ട് മാറണമെങ്കിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് പറയേണ്ടിയില്ലല്ലോ. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു സംഭവം അവരിപ്പോ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇതിനൊക്കെ ഏത് തരത്തിൽ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ? അഭിനയിക്കുന്ന കാര്യം പോട്ടെ, പാട്ട് പാടുന്ന കാര്യം പോട്ടെ, ഇനാഗ്രേഷന് പോയി കാട്ടിക്കൂട്ടുന്ന കാര്യം പോട്ടെ, അതൊക്കെ പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷെ ഇതിലൊന്നും ഉൾപ്പെടാത്ത ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഓൺലൈൻ മീഡിയാസിന് കൊടുക്കുന്ന രേണുസുതി, അല്ലെങ്കിൽ അവർക്ക് കോണ്ടന്റിന് വേണ്ടിയിട്ട്, അവർക്ക് ആ രേണുസുതിക്ക് ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ എടുത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം മനഃപൂർവ്വം കാണിക്കുന്ന ഇതുപോലുള്ള ചെയ്ത്തുകൾ, ഇതിനെയൊക്കെ ഏത് തരത്തിൽ സപ്പോർട്ട് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ? എന്തായാലും വന്ന് ഒരു ലൈസൻസും ഇല്ലാത്ത തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ പൊക്കിപ്പിടിച്ച ഓൺലൈൻ മീഡിയാസ് തന്നെ അവസാനം കലവിട്ട് ഉടയ്ക്കുന്ന തരത്തിൽ രേണുസുതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ഒരേ ദിശയിൽ തന്നെ സഞ്ചരിക്കണമെന്നില്ല. ഇപ്പോൾ രേണുസുതി ഇത് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന, മനഃപൂർവ്വം ചെയ്യുന്ന നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിൽ തന്നെയും അത് നാളൊരു സമയം
16ന്റെ പണി രേണുസുതിക്ക് കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ. കാരണം അമ്മാതിരിയുള്ള ചെയ്തികളൊക്കെയാണ് ഓൺലൈൻ മീഡിയാസിൽ രേണുസുതിയുടെ ഓരോ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കാണുന്ന കാര്യം എന്ന് പറയുന്നത്. ചില സ്ത്രീകൾ തന്നെ രേണുസുതിക്ക് നല്ല അടി കൊടുക്കുന്ന രീതിയിലുള്ള പച്ചയ്ക്ക് പറയുന്ന രീതിയിലുള്ള കമന്റുകളും അതോടൊപ്പം തന്നെ പ്രതികരണങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. കാണുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഒരു പരിധി വിട്ടു കഴിയുമ്പോഴത്തേക്ക് ആരാരും പ്രതികരിച്ചു പോകും. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പോലും ഇപ്പോൾ മിണ്ടാൻ വാക്കുകളില്ലാത്ത തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നതെന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു കാര്യം കാണുമ്പോഴത്തേക്കും പോട്ടെ കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നും. ഇത് തന്നെ റിപ്പീറ്റ് അടിച്ച് പലവട്ടം ആവർത്തിക്കുമ്പോഴത്തേക്കും നമുക്കത് അരോചകമായി തോന്നുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതുപോലുള്ള കാര്യങ്ങളാണ് ഓൺലൈൻ മീഡിയസിൽ ഇപ്പോൾ രേണുസുതിയുടെ കോണ്ടന്റുകൾ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും പോകെ ഇതൊക്കെ തന്നെ പരമ ബോറാവുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനൊരു അവസാനം എവിടെ എത്തുമെന്നുള്ളത് കണ്ടറിയാം.